നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ സംസാരിക്കുന്നത് ഈ ബാധാചിന്തനം അഥവാ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണത്? എങ്ങനെയാണ് നമുക്കത് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇത് തന്നെ പലരും വരുമ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഫോണിലൂടെ ആയാലും ഇപ്പോൾ ഫോണിലൂടെയുള്ള മറുപടി ഒന്നും കൊടുക്കാറില്ല, കാരണം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട്. അപ്പോൾ നേരിട്ട് വരുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ഈ ബാധ അല്ലെങ്കിൽ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അതൊക്കെ വരുന്നത് ഈ വരുന്നവരെല്ലാം വലിയ വലിയ ഫാക്ടറിയൊക്കെ നടത്തുന്ന ആളുകളാണ് വരുന്നത്, അല്ലാതെ തീരെ സാധാരണക്കാരല്ല. അവരത്രയും തകർന്ന് തരിപ്പണമായി താഴേക്ക് പോകുമ്പോഴാണ് അവർക്ക് ഈ ഉൾവിളി പോലെ വന്നിട്ട് ഈ നെഗറ്റീവ്സ് എന്ന് ഞങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലായി അതൊന്ന് വിശദമാക്കുമ്പോൾ നമുക്ക് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞു ആചാര്യന്മാരെ കുറ്റം പറയുന്നതല്ല, പലർക്കും പറ്റുന്നത് ഇപ്പോൾ നമുക്ക് ബാധയിൽ നിൽക്കുന്നത്, അതായത് ഒരു രാശിയുടെ 7ാം ഭാവം 9ാം ഭാവം 11ാം ഭാവം, ഇങ്ങനെയാണ് ബാധാചിന്തനം. അതായത് ചരം സ്ഥിരം ഉഭയം, ഈ 3 രാശികൾക്കും ഒരു അത്യാവശ്യം ജ്യോതിഷം പഠിച്ച ഒരാൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഈ ചര സ്ഥിര ഉഭയരാശികളിൽ ഇതാണ് ബാധ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ബാധാരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണ് ബാധ എന്താണെന്നൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ, അങ്ങനെ കണക്കൂട്ടിയിട്ടാണ് ഈ ബാധയിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ബുധനാണെന്ന് ബാധയിൽ വരുന്നതെങ്കിൽ പല ആചാര്യന്മാർക്കും പറ്റുന്ന ഒരു അബദ്ധം, ബുധൻ ബാധയിൽ വരുമ്പോൾ കൃഷ്ണൻ ബാധയിൽ വന്നു എന്നാണ് കണക്കൂട്ടുന്നത്. ഭഗവാൻ കൃഷ്ണനാണ് ബാധയിൽ, അതുകൊണ്ട് ഗുരുവായൂരപ്പന് കുറച്ച് വഴിപാടം എഴുതും. അപ്പോൾ ഈ ആചാര്യന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ബാധയിൽ വരില്ല, അത്ര ശക്തിയുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ബാധയിൽ വരില്ല. അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ഭഗവാൻ കൃഷ്ണന് ഗുരുവായൂരപ്പന് ഒരു 10 പാൽപ്പായസം അല്ലെങ്കിൽ ഒരു 10 വ്യാഴാഴ്ച പോയി തൊഴുതാ കാര്യം നടക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആചാര്യനാണ് പിഴവ്, ഭക്തനല്ല. അപ്പോൾ ബുധൻ ബാധയിൽ വന്നാൽ ചിന്തിക്കുക, ബുധേ ഗന്ധർവനും ചൊല്ലാം ബ്രഹ്മരാക്ഷസ പീഡയും മോഹിനി മാംസഭക്ഷീജ ബാലഗ്രഹാദിയും ഇത്യാദിയുള്ള ബാധാദികളും എന്നാണ് അവിടെ പ്രമാണം കിടക്കുന്നത്. അത് പൂർണ്ണ പ്രമാണമല്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ആചാര്യൻ നിഷ്കർഷിച്ചിരിക്കുന്നുണ്ട്, ബുധനെ കൊണ്ട് ഗന്ധർവനെയും ചിന്തിക്കാം, ബ്രഹ്മരാക്ഷസ പീഡയും, ബ്രഹ്മരാക്ഷസൻ എന്ന് തന്നെയാണ് ഗുരു ഉത്ബോധിപ്പിക്കുന്നത്. അല്ലാതെ ചില വിഡ്ഢികൾ പറയുന്ന പോലെ ബുധനെ ബ്രഹ്മരാക്ഷസൻ എന്ന് പറഞ്ഞുകൂടാ. അതായത് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ദുർമരണപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതമാണ്. ഈ പ്രേതത്തിനെ ഇത്രയും നിഷിച്ച് പറഞ്ഞുകൂടാ. ചില ജ്യോതിഷമാസികളിലൊക്കെ വരുന്ന, നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല. കാരണം ഇത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ മലയാളികളുടെ ഇടയിൽ ഒത്തിരി പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സംശയങ്ങളൊക്കെ ഇവർ ഈ വിഡിത്തം വിളമ്പുന്ന ജ്യോതിഷമാസികളിലേക്കൊക്കെ എഴുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രഗത്ഭരായ തന്ത്രിമാരുടെ മറുപടി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വരുന്നുണ്ട്, ഏതോ ഒരു ജ്യോത്സ്യൻ, അല്പജ്ഞാനിയായ ഒരു ജ്യോത്സ്യൻ ഏതോ ഒരു ചാനലിൽ കയറി നിന്നുണ്ട് വിളിച്ചോടെന്ന് കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട, ഈ ഗന്ധർവനും ഈ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറയുന്ന സാധനം ബ്രാഹ്മണൻ്റെ ദുർമരണപ്പെട്ട ബ്രാഹ്മണൻ്റെ പ്രേതമാണ്, അതിനങ്ങനെ ബ്രഹ്മരാക്ഷസൻ എന്ന് തന്നെ പറഞ്ഞുകൂടാന്ന് പറയാം. അപ്പം നമ്മൾ അവരോടൊക്കെ പറയുന്നത്, ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന സാധനം ശിവൻ്റെ പുത്രനാണ്. നമ്മളിത് പല എപ്പിസോഡുകളിൽ അതിനെ സമർത്ഥിച്ചിട്ടുണ്ട്, അതിൻ്റെ മൂലമന്ത്രം ചൊല്ലി. പിന്നെ ഇവർക്ക് അങ്ങനെ സംശയമുള്ളവർക്ക് നമ്മളുടെ അടുത്ത് വരാം. ഈ ബ്രഹ്മരക്ഷസിനെ ചില സമയത്ത് ആവാഹിക്കുമ്പോൾ കിട്ടാതെ വരും, അതിനെ ബന്ധിച്ചിട്ടിട്ടുണ്ടാവും. ഈ ബന്ധിച്ചിടുന്നതിനെ ഉച്ചാടനം ചെയ്ത് മാത്രമേ നമുക്ക് ആവാഹിക്കാൻ പറ്റുള്ളൂ. പ്രേതങ്ങളെ ഒന്നും ഒരിക്കലും ബന്ധിച്ചിടാറില്ല. പ്രേതങ്ങളെല്ലാം നോർമലി ആവാഹനം മാത്രമേ നടക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ തെളിവോടുകൂടി കാണിച്ചു കൊടുക്കുന്നത് ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഈ നെഗറ്റീവ് എനർജി, അത് ദുർമരണപ്പെട്ട ബ്രാഹ്മണൻ്റെ പ്രേതമല്ല, അത് ശിവൻ്റെ പുത്രനാണ്. അത് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശ്രീ മഹാദേവൻ്റെ നല്ലച്ഛൻ്റെ 3ാം തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിൻ്റെ പർവ്വതക്കുടയും പവിഴത്തലയും, അങ്ങനെ പറഞ്ഞാണ് മന്ത്രം കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ മന്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മരക്ഷസിനെ ആവാഹിക്കുന്നത്. അപ്പോൾ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ദുർമരണ ബ്രാഹ്മണനാണെങ്കിൽ നമുക്ക് ഈ മന്ത്രം ഉപയോഗിച്ച് ഇതിനെ ആവാഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വെറുതെ ബ്രാഹ്മണ്യം പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ജനങ്ങളെ. എല്ലാം ബ്രാഹ്മണ്യമാണ്. അതായത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന സാധനത്തിനെ തൊട്ട് കഴിഞ്ഞാൽ, ശപിച്ചു കഴിഞ്ഞാൽ, അതാണ് ബ്രാഹ്മണ ശാപം. പിന്നെ മൊത്തം ഭസ്മമായിട്ട് അങ്ങ് പോകും. നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഗുരുനാഥനോ ഞങ്ങളോ ശിഷ്യന്മാരാരും, ഗുരു പഠിപ്പിച്ച ഒരു ശിഷ്യനും ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന സാധനം തന്നെ ഞങ്ങൾ നോക്കാറില്ല. അത് നോക്കേണ്ട ആവശ്യം വരാറില്ല. അല്ലാതെ തന്നെ നെഗറ്റീവ് പറയുമ്പോൾ ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ അവിടെ എന്ത് ബ്രാഹ്മണശാപം? ഈ ബ്രാഹ്മണശാപം എന്ന് പറയുന്ന സാധനം ദുർവാസാവിൻ്റെ അവതാരങ്ങളാണോ ഈ ബ്രാഹ്മണശാപം എന്ന് പറയുന്നത്? അതായത് ദുർവാസാവ് മഹർഷി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ വഴി കാണുന്നവരെ മുഴുവൻ ശപിക്കും എന്നാണ് ജനങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ഒരിക്കലും ശപിക്കില്ല. അദ്ദേഹം ശപിക്കുന്നത് പ്രകൃതിക്ക് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വെറുതെ പോണ വഴിക്ക് ഇങ്ങനെ
ഭസ്മമാവട്ടെ പുല്ലാവട്ടെ എന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ കഥ തന്നെ അതിനകത്തുണ്ടല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കഥ. അദ്ദേഹത്തിന് മാല കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹർഷിമാരൊന്നും ഒരു ദ്രവ്യങ്ങളും കയ്യിൽ വയ്ക്കാറില്ല, സുഖഭോഗ വസ്തുക്കളൊന്നും അവർ ഉപയോഗിക്കാറില്ല. യഥാർത്ഥ സന്യാസിമാർ അവരത് അടുത്ത ജനങ്ങളിലേക്ക് പാസ് ചെയ്യും. അപ്പം അങ്ങനെ മാല കിട്ടിക്കഴിഞ്ഞപ്പോൾ, പാരിജാതം മാല കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സുഗന്ധം, അത്ര സുഗന്ധമുള്ള മാല താനല്ല ധരിക്കേണ്ടത്, അതിന് അർഹനായത് തന്നെക്കാൾ അർഹനായ ആൾ വരും എന്നുള്ള വിശ്വാസത്തിൽ നടക്കുമ്പോൾ നമ്മളുടെ ദേവരാജാവ് ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഇന്ദ്രന് കൊടുക്കുകയാണ്. ദേവരാജാവിനാണ് ഇത് അർഹതപ്പെട്ടത്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മാല ഇന്ദ്രന് കൊടുക്കും. അങ്ങനെ ഇന്ദ്രൻ വളരെ സന്തോഷത്തോടുകൂടി മഹർഷി കൊടുത്ത മാല സ്വീകരിച്ച് ഇതിൻ്റെ മണം, പാരിജാതത്തിൻ്റെ മണം ഇങ്ങനെ പരിമളം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കയ്യിലേക്ക് കിട്ടി കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ ആർക്കായാലും എത്ര നല്ല ദ്രവ്യം കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ ഒരു അസഹ്യമാവും. അങ്ങനെ ഇന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ നെറുകയിൽ വയ്ക്കും. നെറുകയിൽ വെച്ച് കുഴപ്പമില്ലാതെ അങ്ങനെ യാത്ര തുടരുമ്പോൾ ഇതിൻ്റെ മണം കേട്ട് വണ്ടുകൾ എല്ലാം കൂടി ആകർഷിച്ചു വരികയും ഈ വണ്ട് ഇങ്ങനെ വളരെ വന്ന് ആനേനെ കുത്താൻ തുടങ്ങി. ശല്യമായി. ശല്യം സഹിക്ക വയ്യാതെ ആനയെ കുത്തി വളരെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പൂമാല എടുത്ത് കാലിൽ ചവിട്ടി ആന ചരച്ച് ഐരാവതം ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹർഷി വീണ്ടും തിരിച്ചു വരുന്നത്. അതാണ് പ്രകൃതിയുടെ നിയമം. മഹർഷി വരുമ്പോഴാണ് താൻ ഇത്ര ശ്രേഷ്ഠമായിട്ട് കൊടുത്ത മാലയാണ് ഇന്ദ്രൻ്റെ വാഹനം വളരെ നികൃഷ്ടമായിട്ട് ചവിട്ടി അരയ്ക്കുന്നു. അങ്ങനെയാണ് ഉടൻ മഹർഷി ശപിക്കും, നീയും നിന്റെ കുലവും ജരാനരകൾ ബാധിക്കട്ടെ. അങ്ങനെയാണ് ദേവന്മാർക്ക് ശാപം കിട്ടുന്നത്. അപ്പം മഹർഷി വെറുതെ ശപിച്ചതല്ല, അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, അതായത് പ്രകൃതിക്ക് മാറ്റം വരേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് മഹർഷി ശപിച്ചത്. അങ്ങനെ മഹർഷി ശപിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ അമൃത് കടയുന്നതിന്, ജരാനരം മാറ്റുന്നതിന് പിന്നീട് ഇന്ദ്രൻ വളരെ മാപ്പപേക്ഷിക്കും. അറിയാതെ പറ്റിപ്പോയ അപരാധമാണ്, ഭഗവാൻ പൊറുക്കണം, ഇതിനൊരു ശാപമുക്തി തരണം എന്ന് പറയുമ്പോൾ ഉടനെ ശാപമുക്തി കൊടുക്കുന്നുണ്ട്. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ജരാനരെല്ലാം മാറി വീണ്ടും നിത്യയൗവനത്തിലേക്ക് വരാം. അങ്ങനെയാണ് പാലാഴി മദനവും പിന്നീട് അയ്യപ്പൻ്റെ ഉത്ഭവമൊക്കെ വരാനുള്ള കഥ വരണം. അങ്ങനെയാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ അയ്യപ്പൻ്റെ ചരിത്രത്തിൽ ഇവിടെ ഉത്ഭവ കഥയൊക്കെ പറഞ്ഞപ്പോൾ ചില വിദ്വാൻമാർ നമ്മളോട് ഉദ്ഘോഷിച്ചിട്ടുണ്ട്, നിങ്ങൾ അയ്യപ്പനെ വേണ്ടാത്ത വിഡിതം പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭക്തിയിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അയ്യപ്പൻ എന്ന് പറയുന്ന ദേവത അങ്ങനെ ഒരു സങ്കല്പമില്ല. ഇത് നമ്മളുടെ പുരാണങ്ങളിലല്ല, ചരിത്രത്തിൽ പല്ലവ രാജാവിൻ്റെ മകനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. പല്ലവ രാജാവിൻ്റെ പുത്രനാണ് അയ്യപ്പൻ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഈ കഥയൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ ജനങ്ങളെ പൊട്ടനാക്കണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനോട് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നേതാജി എന്ന് വിളിച്ച ഒരു നേതാവ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ഭാരതത്തിൽ നേതാജി എന്ന് ജനങ്ങൾ ആദ്യമായിട്ട് വിളിച്ച ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. അതാരെന്ന് പറയാൻ പറ്റുമോ? നേതാജിയെ സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? കെ.വി. സുഭാഷ് എന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താവും? അതിന് അതിനുള്ള മറുപടി, നേതാജി സുഭാഷ് ചന്ദ്രബോസിനോട് ഇഷ്ടം തോന്നിയിട്ടാണ് പിന്നീട് പിതാക്കന്മാർ പല കുട്ടികൾക്കും സുഭാഷ് നിട്ടത്. അങ്ങനെ പല സുഭാഷ്മാർ അത് പിന്നെ വന്നിട്ടുണ്ട്. അപ്പം അയ്യപ്പൻ ഭഗവാൻ അവതരിച്ചതിന് ശേഷമാണ് ഈ പല്ലവ രാജാവിൻ്റെ പുത്രനും മറ്റുള്ള രാജാക്കന്മാർക്കുടെ പുത്രന്മാർക്കൊക്കെ അയ്യപ്പൻ എന്ന് പേരിട്ട് തന്നെ. അതുവരെ ഇന്ന് നാട്ടിൽ എത്രയോ അയ്യപ്പന്മാർ നടക്കണം. അപ്പം ഈ അയ്യപ്പനാണ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് സമർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ ഒത്തിരി അയ്യപ്പന്മാരുണ്ട് ഇന്ന് നാട്ടിൽ. അപ്പം യഥാർത്ഥ അയ്യപ്പൻ വരുന്നത് ഹരിഹരപുത്രനായിട്ട് തന്നെ വരുന്നത്. അതിന് നമുക്ക് ദുർവാസാവിൻ്റെ കഥയിലേക്കും ഈ പറഞ്ഞ പാലാഴി മദനത്തിലേക്കൊക്കെ തന്നെ പോകേണ്ട വരും. അല്ലാതെ പല്ലവ രാജാവിൻ്റെ പുത്രൻ അയ്യപ്പൻ എന്നും പറഞ്ഞ ചരിത്രത്തിലുണ്ടാവും, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അയ്യപ്പൻ്റെ ജനനത്തിന് ശേഷം ഒത്തിരി അയ്യപ്പന്മാർ വന്നിട്ടുണ്ട്. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിന് ശേഷം ഇഷ്ടംപോലെ സുഭാഷ്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞൊരു കെട്ടുകഥയായിരുന്നു. പിന്നീട് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള സുഭാഷാണ് സുഭാഷ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ശരിയാവില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട്, അതായത് ഇതിൻ്റെ ഒരു വികൃതിത്തരം എന്താണെന്ന് വെച്ചാൽ, ഫലമുള്ള മാവിലായിരിക്കും ഏറ് കൂടുതൽ വരാം. കാരണം ഒത്തിരി മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ വികൃതി കുട്ടികൾ അതുമ്പോൾ തന്നെ അറിയുള്ളൂ. കാരണം കിട്ടി പോയാൽ പോയി. അതേപോലെ തന്നെയാണ് നമുക്കിങ്ങനെ നല്ല ഉപദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്നാൽ ഇങ്ങേരുടെ മോന്തയ്ക്കിട്ടൊരു കുത്താന്ന് എഴുതിയിട്ടാണ് ഈ വികൃതി കുട്ടികൾ കല്ലെറിയുന്നതായിട്ട് മാത്രമേ നമ്മൾ ഇതിനൊക്കെ എടുക്കുകയുള്ളൂ. കമൻസ് ആർക്ക് വേണമെങ്കിലും എഴുതാം, ഞാൻ അതിനുള്ള മറുപടിയും പറയും. കാരണം എല്ലാം ഞാൻ ചെക്ക് ചെയ്യും, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം. ചെറിയ കുട്ടികളാണ്, വികൃതി കുട്ടികളായിട്ട് മാത്രമേ കൂട്ടുകയുള്ളൂ. അവർ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് ഇതേപോലെ ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസത്തിലേക്കൊക്കെ വരുമ്പോൾ ഏതെങ്കിലും നല്ല ആചാര്യൻ്റെ അടുത്തൊക്കെ പോയിട്ട്
മനസ്സമാനത്തോടെ ജീവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഉത്ബോധിക്കാൻ പറ്റൂ. പ്രേക്ഷകർക്ക് കത്തുകളിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.